$250 മില്യൺ വില മതിക്കുന്ന കാറുകളാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ കാണുന്നത്. അവയിൽ ഒന്നിന് ഏകദേശം $100 മില്യൺ വരെ വിലയുണ്ട്. ഇനി കാറുകളെ പൊട്ടിത്തെറിപ്പിച്ചും ജലയാത്ര നടത്തിയും ഓടിച്ചും പിന്നെ പറപ്പിക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വിലയെന്ന് ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. $1 വിലയുള്ള കാർ. ഇതൊരു തുരുമ്പ് കുമ്പാരവുമാണ്. എന്തിനാണ് ഈ വിലയ്ക്ക് വിൽക്കുന്നത്? നിങ്ങൾ കണ്ടല്ലോ, ഈ സാധനം കൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് ഇതിന്റെ പുറകെ നടന്ന് സമയം പൈസയും കളയാനുമില്ല. $1 മേടിച്ചാൽ ഡീൽ ഉറപ്പിച്ചെന്ന് അർത്ഥം. അത് ഉറപ്പല്ലേ? ഇത് വെറും ചവറാണ്. പക്ഷേ ഒരു 20K ഒക്കെ റിപ്പയറിന് വേണ്ടി ചെലവാക്കിയാൽ ഇത് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓ, ഇത് സ്റ്റാർട്ട് ആവുന്ന ചിന്തിച്ചിരുന്നില്ല. ഇതെങ്ങനെ ഇപ്പോഴും ഇതുപോലെ ഓടുന്നേ? പുകമണം വരുന്നുണ്ട്. $1 കാർ. പറ്റുന്നില്ല. അപ്പോ ഇതായിരുന്നു നമ്മുടെ $1 കാർ. ഞാൻ അതിൽ ഇല്ലാത്തത് നന്നായി. ഇനി $1 ലക്ഷം കാർ കൊണ്ടുവരൂ. ഇത് ഡ്രൈവർ ഇല്ലാതെയും ഓടിക്കാൻ കഴിയും. വെറുതെ പറഞ്ഞതല്ല. ഈ കാറിനകത്ത് ഇപ്പോൾ ആരുമില്ല, പക്ഷെ ഇത് നീങ്ങുന്നത് കണ്ടോ? 1 ലക്ഷം കൊണ്ട് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇതിനകത്ത് ധാരാളം സ്ഥലമുണ്ട്. എന്റെ കുട്ടികളെല്ലാം കൊള്ളിക്കാൻ പറ്റുന്ന ചുരുക്കം ചില കാറുകളിൽ ഒന്നാണിത്. നിനക്ക് മക്കളുണ്ടോ? ഇരിക്കുന്നത് കണ്ടില്ലേ? നമുക്കിതൊന്ന് ഓടിച്ചു നോക്കിയാലോ? ടെസ്ല മേടിക്കുന്നതിലുള്ള യഥാർത്ഥ കാരണം അത് ഡ്രൈവ് ചെയ്യാതെയും ഓടുമെന്നുള്ളത് കൊണ്ടാണ്. നോക്കിയേ, ഇപ്പൊ ഞാനല്ല കാർ ഓടിക്കുന്നത്. ഓ, അത് അപ്പുറത്തെ ലൈനിലേക്ക് പോവാണ്. ഇത് തന്നെയാണ് ഓടുന്നത്. നീ ആക്സിലേറ്റർ ചവിട്ടുന്നുണ്ട്. എന്റെ കാർ ആക്സിലേറ്ററിലും ഇല്ല, കൈ സ്റ്റിയറിംഗിലും ഇല്ല. ജിമ്മി അപ്പൊ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങാൻ പറ്റുന്നാണ് നീ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല, അങ്ങനെ ചെയ്യരുത്. ഓ, ഓക്കെ. ഇതിനി എത്ര സ്പീഡിൽ പോകും നോക്കാം. നമ്മളെ പിന്നിലേക്ക് ചെറുക്കി. ശരിക്കൊന്ന് പേടിച്ചു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി കാണാൻ പോകുന്നത് ഒരു വിമാനമായി രൂപാന്തരപ്പെടുകയും പറക്കുകയും ചെയ്യുന്ന ഒരു കാറാണ്. പക്ഷേ